പതിവ് പോലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് മഷ്റൂം കിട്ടി. കൂൺ, കുമിൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം മഷ്റൂം. വലിയ ഇഷ്ടമാണ് ഇവിടെ മഷ്റൂം കിട്ടിക്കഴിഞ്ഞാൽ. പല രീതിയിൽ വയ്ക്കാറുണ്ടെങ്കിലും ശങ്കുരുമോന് ഏറ്റവും ഇഷ്ടം ഇറച്ചി വെക്കുന്ന പോലെ മസാലയൊക്കെ ചേർത്ത് വയ്ക്കുന്നതാണ്. ഞാൻ നന്നായിട്ടത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് ഒരു കൈ കാണുന്നത് അവൻ്റെയാണ് കേട്ടോ. ക്യാമറ പിടിച്ചു തരുന്നതും അവനാണ്. അപ്പം ഞാൻ അതൊന്ന് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചു. ഒത്തിരി ചെറുതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് ഈ അരിഞ്ഞത് അതിലേക്ക് കുറച്ച് നേരം തട്ടിയിട്ട് വെച്ചു. എന്തെങ്കിലും വിഷാംശമോ മറ്റോ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് കരുതി. എന്ത് സാധനമായാലും പച്ചക്കറി ആയാലും ഞാൻ മീൻ, പച്ചക്കറി, ഇറച്ചിയൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുറച്ച് നേരം വയ്ക്കാറുണ്ട്. അതുപോലെ ഇതും ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നീട് സവാളയും കുറച്ച് കിഴങ്ങും പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയാലോ. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച്, ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചോളൂ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള വറ്റൽ മുളകിട്ടു. പിന്നെ പതിവ് പോലെ കടുകിട്ട്, ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ നിങ്ങൾ ഒഴിച്ചോളൂ. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് എല്ലാ ഐറ്റം കൂടി ഒരുമിച്ചങ്ങ് തട്ടുക ചെയ്തത്. തട്ടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ പതിവ് പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി വയ്ക്കണം. സാധാ പോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനിതും എനിക്കറിയാവുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ പലരും പല രീതികളിലാണ് ചെയ്യാറ്. ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചു. വീണ്ടും അടപ്പ് തുറന്ന് നോക്കി. അപ്പോൾ കുറച്ച് വഴണ്ടിട്ടുണ്ട് അല്ലേ, കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ, അതായത് പൊടി വർഗ്ഗങ്ങളൊക്കെ, പൊടി ഐറ്റംസൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാൻ അതിനോടൊപ്പം തന്നെ ഈ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് മഷ്റൂം ഇടുന്നതിന് മുമ്പ് മറ്റ് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇട്ടാലും മതി. പക്ഷെ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടിയൊക്കെ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്താലോ. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചും കൂടെ വെക്കാം. ഇനി അടപ്പ് തുറന്ന ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഈ അടപ്പ് തുറന്നപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു വെള്ളമയം പോലെയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത്, പിന്നെ നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല വേണം. അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ തന്നെ ഇതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരി വേണ്ടുന്നവർ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഈ അളവ് കൂടുന്നതിനനുസരിച്ച് മസാലകളും കൂട്ടി ഇടാവുന്നതാണ്. ഇതിപ്പം കുറച്ച് മാത്രമല്ലേ ഉള്ളതാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട്. ഇത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക. ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഞാനൊരു ഇത്തിരി ചേർക്കാറുണ്ട്. കറിക്ക് ടേസ്റ്റ് കൂടും. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ സീക്രട്ടൊന്നും അല്ല കേട്ടോ. ഒരു വീഡിയോയിൽ ഇതുപോലെ ഒരു സീക്രട്ട് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കറിക്കൊക്കെ. അപ്പം ഞാൻ അതുപോലെ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഞാനും ചേർത്ത് കൊടുക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കറിയൊക്കെ വെക്കുമ്പോൾ. അപ്പം അത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ എന്താണെന്ന് പറയാം. നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പില ചേർത്തു. വാങ്ങി വയ്ക്കാം. ടാറ്റാ.